ഇന്നത്തെ വചനചിന്ത സ്വാർത്ഥത ഉപേക്ഷിക്കുവാൻ. തണുത്തുറഞ്ഞ ആ ഗുഹയിൽ 6 പേർ വന്നുവിട്ടു. അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാർഗമൊന്നുമില്ല. അവരുടെ എല്ലാവരുടെയും കൈകളിൽ ഓരോ വടിയുണ്ടായിരുന്നു. അതിൽ പാവപ്പെട്ടവനായ ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഗുഹയിൽ ആരും നമ്മെ ഈ രാത്രി രക്ഷിക്കുവാനെത്തുകയില്ല. നമ്മുടെ കയ്യിലെ വടി ഓരോരുത്തരും നൽകുകയാണെങ്കിൽ ഈ തണുപ്പിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് തീയുണ്ടാക്കാം. തൻ്റെ വടി മുമ്പിലേട്ട് നീട്ടി കത്തിച്ചു. അത് കത്തിത്തീരുന്നതിന് മുമ്പ് അടുത്തയാൾ വടി സമർപ്പിക്കണം എന്നായിരുന്നു. എന്നാൽ അടുത്ത ഓരോരുത്തരും വിസമ്മതിക്കുവാൻ തുടങ്ങി. ഒരാൾ നോക്കിയപ്പോൾ, ഈ വൃദ്ധനും കൂടി രക്ഷപ്പെടുവാൻ ഞാനെന്തിന് എൻ്റെ വടി നൽകണം? മറ്റൊരാൾ ചിന്തിച്ചു, എൻ്റെ മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന അവനെ രക്ഷിക്കുവാൻ എൻ്റെ വടി ഞാൻ നൽകണമോ? മറ്റൊരുവൻ ചിന്തിച്ചു, എൻ്റെ നിറത്തിൽപ്പെടാത്തവരെ രക്ഷിക്കുവാൻ ഞാൻ വടി നൽകണമോ? മറ്റൊരുവൻ ചിന്തിച്ചു, എൻ്റെ ജോലിസ്ഥലത്ത് എന്നോട് മോശമായി പെരുമാറുന്ന ഇവന് എൻ്റെ വടി കത്തിക്കുവാൻ ഞാൻ നൽകണമോ? അവനെ രക്ഷിക്കണമോ? അവൻ രക്ഷപ്പെടേണ്ട. എന്നെ ഇഷ്ടമില്ലാത്ത അയൽക്കാരനുണ്ട്, അവനങ്ങനെ എൻ്റെ വടിയുടെ ചൂടുകൊണ്ട് രക്ഷപ്പെടേണ്ട. അങ്ങനെ ഓരോരുത്തർ പല കാര്യങ്ങളാൽ അവരുടെ വടി വിട്ടുകൊടുക്കുവാൻ മനസ്സ് കാണിച്ചില്ല. ആ വൃദ്ധൻ കത്തിച്ച തീ ആരും തുടർന്നില്ല. ആ തീ അണഞ്ഞു. എല്ലാവരും ആ തണുത്തുറഞ്ഞ ഗുഹയിൽ അവസാനിച്ചു. അവർ നശിച്ചത് ആ ഗുഹയുടെ തണുപ്പിലല്ല, അവർ അവസാനിച്ചത് അവരുടെ മനസ്സാക്ഷിയുടെ തണുപ്പ് കൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നന്മയാണ് മനുഷ്യത്വം എന്നത്. മനുഷ്യത്വം ഉള്ളത് നന്മയായ ഒരു കാര്യമാണ്. മനുഷ്യനെ സഹായിക്കുവാൻ മതമോ വർണ്ണമോ വംശമോ സാമൂഹിക സ്ഥിതിയോ നോക്കരുത്. നമ്മുടെ അതേ നിറമുള്ള ഭാഷ സംസാരിക്കുന്ന നമ്മോടിണങ്ങുന്നവരോട് മാത്രം നമ്മുടെ സ്നേഹം നൽകരുത്. അത് സ്വാർത്ഥതയാണ്. നമ്മെ തന്നെ നാം അങ്ങനെ നശിപ്പിക്കുകയാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. നമ്മുടെ സമൂഹത്തെ നാം നശിപ്പിക്കുകയാണ്. മനസ്സലിവോടെ നീങ്ങുന്ന ഒരു സമൂഹമാകുവാൻ നമുക്ക് കഴിയണം. സ്വാർത്ഥതയുടെ കയത്തിൽ മുങ്ങിത്താഴുന്ന സമൂഹമാകരുത്. നമ്മുടെ കൊള്ളി കത്തിക്കുവാൻ നമ്മുടെ അയൽക്കാരൻ്റെ കൊള്ളി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കൊള്ളി തുടരുവാനും അത് കത്തുവാനും അത് കത്തിക്കൊണ്ടിരിക്കുവാൻ മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ശത്രുവിന് വിശന്നാൽ അവന് തിന്മാൻ കൊടുക്കുകയും പിന്താങ്ങുകയും ചെയ്യണം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതലുള്ള തിരുവചനത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോവുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവന്മാരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലം? ചുങ്കക്കാരനും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാർ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്കെന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ.
വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, സ്വാർത്ഥതയെ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും വചനം ശ്രവിക്കുന്ന ഏവർക്ക് കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.